ആംസ്റ്റർഡാമിലെ മലയാളി റെസ്റ്റോറൻറ്റ്. യെസ്, ഇതാണ് ആംസ്റ്റർഡാമിലെ മലയാളി റെസ്റ്റോറൻറ്റ്. ഇത് ആംസ്റ്റർഡാമിൽ ഞാൻ ഈ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഡോട്ട് ഇൻ ഇന്ത്യൻ പ്രോഗ്രസീവ് കേരള എന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഹോട്ടലിൽ വന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരാമെന്നും പറഞ്ഞുകൊണ്ട് വൈകിട്ട് 4 മണിക്ക് ഇടിയപ്പവും പിന്നെ എന്തോ ഒരു കറി എടുക്കാൻ പോയിട്ടുണ്ട്. അതായത് ഇവിടെ രാവിലെ ആയി വരുന്നത് ഈ സമയത്താണ് എല്ലാവരും എണീറ്റിട്ട്, മനസ്സിലായോ? അതാണ് ഈ നഗരത്തിൻ്റെ പ്രത്യേകത. വെൽക്കം ഷംജിത് ഭായ്. ഹൗ ആർ യു? ഷംജിത് ഭായ് വന്നിരിക്കുകയാണ് ആംസ്റ്റർഡാമിൽ. കഴിഞ്ഞാണ് ഷംജിത് ഭായ് വന്നപ്പോഴത്തേക്കിനും പനിയൊക്കെ പിടിച്ച് എൻ്റെ പനി ഷംജിത് ഭായിയും കൊണ്ടുപോയി അല്ലേ. അങ്ങനെ മൊത്തത്തിൽ പണിയായിരുന്നു. ഇപ്പം എന്തായാലും പനിയൊന്നുമില്ല, ഹെൽത്തി ആയിട്ടിരിക്കുന്നു, ദൈവം സഹായിച്ച്. നല്ല വെതർ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. യൂഷ്വൽ നമ്മൾ ഇന്നലെ രാത്രി കഴിച്ചായിരുന്നു ഈ കറി, പ്രോൺസ് കറി. നല്ല പുളിയൊക്കെ ഉള്ള പ്രോൺസ് മാംഗോ കറി അല്ലേ ഇത്? പ്രോൺസ് മാംഗോ കറിയും ഇടിയപ്പവും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വൈകിട്ട് 4 മണിക്ക് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഈ കറി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പുളിയാണ്, എനിക്ക് ഭയങ്കര പുളി ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യൽ സംഭവം ഉള്ളിത്തേലൊക്കെ പോലെ. ഇത് ശരിക്കും ഒരു കൈൻഡ് ഓഫ് പ്രോൺസ് തീയൽ എന്ന് വേണം പറയാം. ഉള്ളിയൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട്. എന്നാൽ വലിയൊരു ഇല്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പം നമ്മൾ ആംസ്റ്റർഡാമിന്റെ റെഡ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. പക്ഷേ ഡോണ്ട് എക്സ്പെക്ട് മീ ടു ഷോ ദ റിയൽ റെഡ് സ്ട്രീറ്റ് ലൈഫ് ഹിയർ. ഞാനത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അതല്ലാതെ എനിക്ക് അവിടെയുള്ള ആളുകളുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കാരണം എൻ്റെ വീഡിയോ കാണുന്നവരും കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട്. സോ ഐ ഹാവ് ടു റെസ്പെക്ട് എവറി വൺ. ആ രീതിയിൽ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ താമസിക്കുന്ന ഹോട്ടലായിരുന്നു ഇത്. ഹോട്ടലിൻ്റെ താഴെ മുമ്പിൽ തന്നെ നമുക്കിവിടെ കുറേ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബോട്ടുകൾ കാണാം. നമ്മൾ ഈ ഓരോ രാജ്യത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുകൾ കാണുന്ന പോലെ ഇവിടെ ആംസ്റ്റർഡാമിൽ നമുക്ക് ബോട്ടുകൾ കാണാൻ സാധിക്കും. കാരണം നമ്മുടെ ആലപ്പുഴ പോലെ ധാരാളം ചെറിയ ചെറിയ തോടുകളുള്ള ഒരു സ്ഥലമാണ് ആംസ്റ്റർഡാം എന്ന് പറയുന്നത്. ആംസ്റ്റർഡാമിൻ്റെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് പോകുന്നു. അപ്പോൾ ആ ബസ്സിൽ പോകുന്ന പോലെ തന്നെ നമുക്ക് ബോട്ടിലും ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതായത് ഇപ്പോൾ നമ്മൾ ആലപ്പുഴയുടെ കനാലുകൾ ശരിക്കും നമുക്ക് ആംസ്റ്റർഡാം പോലെ ആക്കി മാറ്റാവുന്ന സംഭവമാണ്. പക്ഷേ നമ്മുടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വേറെ കാര്യം. ഇവിടുത്തെ കനാലുകൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു ജലഗതാഗത മാർഗം തന്നെയാണ്. ആ ഒരു ജലഗതാഗത മാർഗം നല്ല രീതിയിൽ ഇവിടുത്തെ ആളുകൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ബോട്ടുകൾക്കൊക്കെ വളരെ ഹൈറ്റ് കുറവാണ്. നിങ്ങൾ കണ്ടില്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നഗരമാണല്ലോ, അപ്പോൾ ഇവിടുത്തെ പാലങ്ങൾക്കൊന്നും വലിയ ഹൈറ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഈ പാലത്തിൻ്റെയൊക്കെ അടിയിൽ കൂടെ പോകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഹൈറ്റ് കുറച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഈ നഗരം നടന്ന് കാണാം, അല്ലെങ്കിൽ ഈ സൈക്കിളിൽ പോയി കാണാം. അങ്ങനെ ഏത് രീതിയിൽ വേണേൽ കാണാം. നമ്മൾ കോപ്പൻഹാഗനിൽ കണ്ട പോലെ തന്നെ റോഡിൻ്റെ പകുതി എന്ന് പറയുന്നത് സൈക്കിൾ ആൻഡ് പെഡസ്ട്രിയൻസിന് വേണ്ടിയുള്ളതാണ്. കണ്ടില്ലേ, അവിടെ വണ്ടികൾ പോകുന്നു. ഇവിടെയും നമുക്ക് കാറുകളെക്കാട്ടി കൂടുതൽ നമുക്ക് സൈക്കിളുകളായിരിക്കും കാണാൻ സാധിക്കുക. ആ മുമ്പിൽ കാണുന്നതാണ് ഇവിടുത്തെ സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ലണ്ടനിലേക്കൊക്കെ ഡയറക്റ്റ് ട്രെയിനുകളുണ്ട്. പാരീസ്, അങ്ങനെ പല സ്ഥലത്തേക്കും ഡയറക്റ്റ് ട്രെയിനുകളുണ്ട്. ബസ്സും അതേപോലെ തന്നെ എയർപോർട്ട് മെട്രോയൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. അതിൻ്റെ മുമ്പിൽ നമുക്കിവിടെ ഒരു ഫെറി ടെർമിനൽ കാണാം. ഫെറി അല്ല, ആക്ച്വലി ബേസിക്കലി ബോട്ടാണ്. ഫെറി എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇതിൻ്റെ മറുകരയിലേക്ക് സൗജന്യമായിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്ന ഫെറികളൊക്കെയാണ് ആ കാണുന്നത്. ഫുള്ള് സൈക്കിളിൻ്റെ പരിപാടികളാണ്. അതെ, നമുക്ക് ഈ ഫെറി കയറി അപ്പുറത്ത് പോയിട്ട് വന്നല്ലോ. ഓടി വാ. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും അത് അടച്ചു. ഒന്ന് പോകാമെന്ന് കരുതി പ്ലാൻ ചെയ്താണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കിനും കൂന്നും പറഞ്ഞുകൊണ്ട് മറ്റേ വിസിലടിച്ചിട്ട് അത് അടച്ചു. ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ഫെറിയാണേ. ഇതിനകത്ത് സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റും. അതാണ് പരിപാടികൾ. സൈക്കിളും ആളുകളും കൊണ്ടുപോകാൻ പറ്റും. എല്ലാ സൈക്കിളും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടില്ലേ? ഇത് സൈക്കിളിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഇവിടുത്തെ ഒരു വണ്ടിയാണ്. ഇതിങ്ങനെ സൈക്കിൾ ട്രാക്ക് ഉള്ള റൂട്ടിലൂടെ മാത്രം ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഇവിടുത്തെ ഒരു വണ്ടിയാണ്. നമ്പർ പ്ലേറ്റ് ഒന്നും വേണ്ട. ഇപ്പം നോക്കിക്കോണേ, അവിടെ തുറക്കും. ഇവിടെ ആൾക്കാരൊക്കെ സൈഡിൽ മാറി നിൽക്കുന്നുണ്ടോ അകത്തേക്ക് കയറാൻ വേണ്ടിയുള്ളത്. ഇപ്പം അവരെല്ലാം ഇറങ്ങിപ്പോവേ. അങ്ങനെ ആളുകളെല്ലാവരും കൂടെ ഇറങ്ങി, അടുത്ത ആളുകളെല്ലാവരും കൂടെ കയറി. അപ്പം നമ്മളും കൂടെ ഒന്ന് വെറുതെ അപ്പുറത്തോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മളും കൂടെ കയറുകയാണ്. എല്ലാവരും ജോലി കഴിഞ്ഞിട്ട് അപ്പുറത്തെ കരയിലേക്ക് പോകാൻ വേണ്ടി വന്ന് സൈക്കിളിൽ പോകുന്നതാണ് ഈ കാണുന്നത്. അതായത് ഇവിടെ ഓരോ മിനിറ്റിലും ഇതുപോലെയുള്ള ബോട്ടുകൾ പോകും എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ അപ്പുറത്ത് വരുന്ന ഒരെണ്ണം, അത് കഴിഞ്ഞ് വേറൊരെണ്ണം വരുന്നു. അങ്ങനെ ഓരോ മിനിറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടുകൾ പോകുന്ന കാണാൻ സാധിക്കും. കൊച്ചിയിൽ ജങ്കാറുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നേ ഓടുകയുള്ളൂ. അതാ പ്രശ്നം. പൈസ കൊടുക്കണം, ഫ്രീ അല്ല, കാശ് കൊടുക്കണം. അതെ അത് പറഞ്ഞപ്പോഴേ 2 വർത്തമാനം പറയണമെന്ന് ഓർത്തത്. നമ്മുടെ മറ്റേ വൈപ്പിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന ജങ്കാറുണ്ട്. ഇതുപോലെ വൃത്തികെട്ട സർവീസ് ഈ ലോകത്ത് വേറെ അവിടെ ഉണ്ടാവില്ല. അവിടെ ഒരു പാലം പണിയാൻ പോലും നമ്മുടെ സർക്കാരിന് പറ്റുകയില്ല. പക്ഷേ ഇതുപോലൊരു വൃത്തികെട്ട ജങ്കാർ സർവീസ്, അതായത്
നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ എത്ര ആളുകൾക്ക് എത്ര സമയം ലാഭമാണെന്നറിയോ? അത് ചെയ്യൂല. മിക്കവാറും സമയം ഒരെണ്ണം ഓടിക്കാണ്ടിരിക്കും. അത് ഒരെണ്ണം മാത്രം ഓടിക്കുകയുള്ളൂ. നിങ്ങൾ ചോദിച്ചത് നന്നായി. കാരണം പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി. അത് സെറ്റായി. നാളെ മാറിക്കൊണ്ടിരിക്കണം. പക്ഷെ ജങ്കാറ് മാറൂല കേസ്. അത് കണക്കാവും, ശരിയാവില്ല. അത് എഫക്റ്റീവ് ആക്കണം. ഇതുപോലെ ഫ്രീ ആക്കി കൊടുക്കണം. ആളുകൾ പോട്ടെന്നേ, വരട്ടെന്നേ. ഞാൻ അകത്ത് കയറി 2 ക്ലിപ്പ് എടുത്തപ്പോഴത്തേക്കിനും ശ്വാസം എടുത്ത് വിട്ടപ്പോഴത്തേക്കിനും ഇപ്പുറത്തെത്തി. അത്ര സ്പീഡിൽ പോകുന്ന സാധനം ഇപ്പോൾ രക്ഷയില്ല. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോഴത്തേക്കിനും വീഡിയോ എടുക്കാം. അതിന്റെ മേളിൽ ഒരു ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാലാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇതിൽ കയറി നിന്ന് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എത്തും കേസ്. അതാണ് ഇതിന്റെ പ്രശ്നം. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ അകത്തു കൂടിയാണ്. ഇവിടുത്തെ മെയിൻ സെൻട്രൽ സ്റ്റേഷനാണ് കാണുന്നത്. നോക്കി എന്ത് ഭംഗിയുള്ള കെട്ടിടം നോക്കി, എത്ര മനോഹരമാണെന്ന് നോക്കി ആ കെട്ടിടം കാണാനായിട്ട്. രക്ഷയിലുണ്ട്. രാത്രി ആകുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഇട്ട് വീണ്ടും വേറെ വൈബാവും. ആ മെയിൻ സെൻട്രൽ സ്റ്റേഷന്റെ മുന്നിലെ അവസ്ഥ നോക്കി. ലൈക്ക് ഫുൾ വാക്കിംഗ് ക്രൗഡ്, പിന്നെ ട്രാമുകളും മറ്റുമൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ലൈക്ക് ഒരു വാഹനത്തിന്റെ പി ശബ്ദമോ കേക്കി ശബ്ദമോ പിന്നെ ഒരു അലമ്പോ വൃത്തികേടോ അങ്ങനത്തെ ഒരു സംഭവമില്ല. എത്ര നീറ്റാണെന്ന് നോക്കി. ആംസ്റ്റർഡാം സെൻട്രൽ അടിപൊളിയല്ലേ? അതെ, ഭയങ്കര പ്രൗഢിയുള്ളൊരു കെട്ടിടം. ഇവിടെ എവിടെ നോക്കിയാലും കനാലുകൾ കാണാൻ സാധിക്കും. എവിടെ നോക്കിയാലും കനാലായിരിക്കും. കനാലും അടിപൊളി കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് വേറെ തന്നെ വൈബാട്ടോ ഇത് ഈ സ്ഥലം. ഇത് കണ്ടില്ലേ, കനാൽ ടൂർ എന്നും പറഞ്ഞുകൊണ്ട് 1 hour ഗൈഡഡ് ബോട്ട് ടൂർ. ഒരാൾക്ക് 14.5 പൗണ്ട് അല്ല യൂറോ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആക്ച്വലി സെൻട്രൽ സ്റ്റേഷന്റെ മുമ്പിൽ വന്നിട്ട് അതിന്റെ മുമ്പിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി ആകുമ്പോഴത്തേക്കിനും ആ ഒരു നഗരത്തിന്റെ ഒരു ആബ്സല്യൂട്ട് എസൻസ് നമുക്ക് പകർത്തിയെടുക്കാൻ സാധിക്കും. ഇവിടെ എല്ലാം നമുക്ക് ഇതേപോലെയുള്ള കനാൽ ടൂർസ് ഈ കാണുന്ന ബോട്ടുകളിൽ പോകുന്നത് കാണാൻ സാധിക്കും. കുഞ്ഞു ബോട്ടുകളിൽ. ഇതൊക്കെ കൂടുതലും പകലാണ് ആളുകൾ പോകുന്നത്. പക്ഷെ എന്നാലും ഇപ്പം ഈവനിങ് ആയിട്ടും അവിടെ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. പക്ഷെ ആളുകൾ ആരുമില്ല. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് കെട്ടിടങ്ങൾക്ക് ഇടയിൽ നിൽക്കുന്ന കുറച്ച് ഡാൻസിങ് വീടുകളാണ്. അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ഡാൻസിങ് ഹൗസസ് അല്ല, പക്ഷെ അത് അവിടെ 2-3 കെട്ടിടങ്ങൾ കണ്ടാവും. അതാണ് ഡാൻസിങ് ഹൗസസ്. അവിടെ മാത്രമല്ല, ഇപ്പുറത്തും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഡാൻസിങ് ഹൗസസ് കാണാൻ സാധിക്കും. അതായത് ഈ ബിൽഡിംഗ് നോക്കി, ഇത് ഇച്ചിരി ടിൽറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അത് ഇച്ചിരി ടിൽറ്റായിട്ടിരിപ്പുണ്ട്. അങ്ങനെ കുറച്ച് ടിൽറ്റും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ എല്ലാം നമുക്ക് കനാൽ ടൂർസ് ആംസ്റ്റർഡാം എന്ന് പറഞ്ഞുകൊണ്ട് കനാൽ ടൂറുകളുടെ പരിപാടികളാണ്. സത്യം പറഞ്ഞാണ്ടല്ലോ, നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഇതൊക്കെ ഇതേപോലെ ക്രോഡീകരിച്ച് നല്ല സെറ്റപ്പാക്കി അടിപൊളിയാക്കി കഴിഞ്ഞാൽ ആലപ്പുഴയിലൊക്കെ കുറേ കാര്യങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഹൗസ് ബോട്ടുകളും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതുപോലെ കുറേ കാര്യങ്ങൾ, ചെറിയ കനാലുകളും തോടുകളും ഒക്കെ ഉപയോഗിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അവിടെ കണ്ടോ, അവിടെ ചരിഞ്ഞ് നിൽക്കുന്ന കെട്ടിടങ്ങൾ കണ്ടോ? ബേസിക്കലി അതായത് നമ്മൾ വിയറ്റ്നാമിൽ ഹനോയിൽ നമ്മൾ ഇതുപോലുള്ള കുറച്ച് കെട്ടിടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ വീതി കുറഞ്ഞ, അതായത് ഇതിൻ്റെ വീതി ഇത്രയേ ഉള്ളൂ, അതിൻ്റെ വീതി ഇത്രയേ ഉള്ളൂ. അതായത് പണ്ട് കാലത്ത് ഇവിടെ ആംസ്റ്റർഡാമിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം സമുദ്രനിരപ്പിൽ നിന്നും താഴെ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ തൂണുകളിലാണ് ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അതായത് ലക്ഷക്കണക്കിന് വരുന്ന തൂണുകളിലാണ് ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങളും നിലനിൽക്കുന്നത്. അപ്പോൾ ഈ പണ്ട് കാലത്ത് ഈ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയായിട്ട് കുറേ കാര്യങ്ങൾ, വലിയ വിൻഡോകൾ ഇവർ ചെയ്യുമായിരുന്നു. അങ്ങനെ വലിയ വിൻഡോകൾ, അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഇത് ബേസിക്കലി മണ്ണിടിഞ്ഞു പോയി താണ സംഭവം അല്ല ഇതൊന്നും. അതൊക്കെ അങ്ങനെ തന്നെ കൺസ്ട്രക്ട് ചെയ്താണ്. അതിൻ്റെ പല റീസൺസ് ഉണ്ട്. ഒന്നാമത് ഈ വീതി കുറയ്ക്കുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ടാക്സ് കുറയും. അതായത് കെട്ടിടത്തിൻ്റെ ആ ഒരു മുൻഭാഗത്തെ വീതി നോക്കിയായിരുന്നു പണ്ട് കാലത്ത് ഇവിടെ ടാക്സേഷൻ അത് കെട്ടിടത്തിൻ്റെ ടാക്സ് നിർണ്ണയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി വീതി കുറഞ്ഞ കെട്ടിടങ്ങൾ ഇവർ നിർമ്മിക്കുമായിരുന്നു. പിന്നീട് ഇതിനകത്തേക്ക് ഫർണിച്ചറുകളും മറ്റുമൊക്കെ ഈസിയായിട്ട് അകത്ത് കയറ്റുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് ഇത്തരത്തിൽ കൊണ്ടുവന്നതും ഇതിങ്ങനെ ചരിച്ച് നിർമ്മിച്ചിരിക്കുന്നതെന്നൊക്കെയാണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ മണ്ണിടിഞ്ഞ് താണും അല്ലാതെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇരുത്തം വന്നും ഒക്കെ ആയിട്ടും അങ്ങനെയൊക്കെ വന്നതുകൊണ്ട്, പക്ഷെ എന്നാലും
എന്തായാലും ഇത് പർപ്പസ്ഫുള്ളി നിർമ്മിച്ചതാണെന്നും പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ കാണുന്ന ഈ ഒരു കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വലിയൊരു അട്രാക്ഷൻ തന്നെയാണ്. ഓരോ കെട്ടിടങ്ങളും, അതായത് ഇതുപോലെയുള്ള പല കെട്ടിടങ്ങളും നമ്മൾ കോപ്പൻഹാഗനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ പല പല സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം അടിപൊളിയായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് അവർ സൂക്ഷിച്ചിട്ടുമുണ്ട് ഇല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ എന്ന് പറയുന്നത് ആംസ്റ്റർഡാം എന്ന് പറയുന്നത് ഇത് വേറെ ലെവൽ വൈബുള്ള സ്ഥലമാണ്. ഇത് എനിക്ക് കൂടുതൽ ഇതിൻ്റെ ഭംഗി കാണിച്ചു തരാൻ പറ്റില്ല. ഇത് നിങ്ങൾ ഇവിടെ വന്ന് എൻജോയ് ചെയ്യണം. ഞാനിവിടെ ഒരു സുവനീറിൻ്റെ ഷോപ്പിൽ വന്നേ. ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഇഷ്ടംപോലെ സുവനീറുകളിരിക്കുന്നത്, അതായത് പല ടൈപ്പ് സുവനീർ. കഞ്ചാവിന്റെ സുവനീർ വരെയുണ്ട്, കണ്ടോ, കഞ്ചാവിന്റെ ചെടിയുടെ സുവനീർ വരെയുണ്ട്. റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് എന്നും പറഞ്ഞുകൊണ്ട് സുവനീറുണ്ട്. ഇങ്ങനത്തെ സുവനീറുകളുണ്ട്. അങ്ങനെ വെറൈറ്റി സുവനീറുകളുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ 3 എണ്ണം വാങ്ങിച്ചു. ഒന്ന് ഹോളണ്ട്, ഇവിടെ ഹോളണ്ട് എന്ന് പറഞ്ഞേ കിട്ടുള്ളൂ, നെതർലാൻഡ്സ് എന്ന് പറഞ്ഞ് കിട്ടത്തില്ല. പിന്നെ ആംസ്റ്റർഡാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു സുവനീർ കിട്ടി. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതാണ് മഷ്റൂം. ഇവിടെ ഈ മഷ്റൂമും മറ്റേ സാധനമാണ് ഇവിടുത്തെ ഫേമസ്. അപ്പം ഞാനൊരു മഷ്റൂം വാങ്ങിച്ചു. ഞാനിത് ഉപയോഗിക്കൊന്നുമില്ല, പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചു. അത് ചുമ്മാ ഇരിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് വാങ്ങിച്ചത്. കാരണം ഇവിടെ 3 എണ്ണം വാങ്ങിച്ച റേറ്റ് കുറവുണ്ട്, ഒരെണ്ണം വാങ്ങിച്ച റേറ്റ് കൂടുതൽ, അതുകൊണ്ട് വാങ്ങിച്ചത്. നമുക്ക് ഇവിടെ ഉണ്ടല്ലോ കാസിനോസ് ഉണ്ട്, പിന്നെ ഇവിടെ ചീസ് സ്റ്റോറുണ്ട്, പിന്നെ അങ്ങനെ പല പല സ്റ്റോറുകളും കാണും കഴിച്ച്. ഇവിടെ റോഡിലൊന്നും വണ്ടിയില്ല, നോക്കി ആകപ്പാടെ ഉള്ളത് സൈക്കിളും ട്രാമുമാണ്. ഇതെന്താ സംഭവം? ഇത് ചുമ്മാ പെയിന്റിങ്ങാ കണ്ടില്ലേ? ഇതുപോലുള്ള കുറെ, ഇത് അങ്ങോട്ടുള്ള ഏതോ ഒരു വഴിയാണ്, 2 കെട്ടിടങ്ങൾക്കിടയിലുള്ള വഴിയാണ് കണ്ടില്ലേ? ആ വഴി തന്നെ കണ്ടില്ലേ? എന്ത് വൈബാണ് ഇവിടെ, ഫുൾ വൈബാണ് കഴിച്ച്. എല്ലായിടത്തും ടൈലാണ്, ടൈൽസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്, അടിപൊളി. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഡാം സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങ് ദൂരെ കാണുന്നത് മാഡം ടുസാഡ്സ് മ്യൂസിയം ആണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ റോയൽ പാലസ് ഓഫ് ആംസ്റ്റർഡാം. അതായത് ആംസ്റ്റർഡാമിൻ്റെ റോയൽ പാലസ് ആണ് കാണുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് റിനോവേഷനും വർക്ക് പരങ്ങളുടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ രാത്രി ആകുമ്പോഴത്തേക്കും ഇതുപോലെ മനോഹരമായിട്ടുള്ള ലൈറ്റൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി ഇങ്ങനെ ചെയ്യുന്ന പരിപാടികളൊക്കെ കാണാൻ സാധിക്കും. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ചുറ്റിനും ഷോപ്പിംഗ് സ്ട്രീറ്റും പരിപാടികളൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെയും ഈ പറഞ്ഞ പോലെ ട്രാമുകളൊക്കെ പോകുന്ന കുറേ സംഭവങ്ങളും റൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ റോഡിലൂടെ നടക്കുമ്പോണ്ടല്ലോ മൊത്തം മറ്റേ കഞ്ചാവിൻ്റെ മണമാണ് ഫുള്ള്. ശരിക്കും ഇവിടെ ഭയങ്കര ഇവിടെ ലീഗലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മഷ്റൂം, കഞ്ചാവ് ഇതൊക്കെ ലീഗലായിട്ട് ഗവൺമെൻറ് തന്നെ കൺട്രോൾ ചെയ്ത് സെല്ല് ചെയ്യുന്ന സ്ഥലമാണ് ആംസ്റ്റർഡാം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഇതെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. നിരോധിച്ചിരിക്കുമ്പോൾ എന്താ, നമ്മൾ സെല്ല് ചെയ്യാൻ പറ്റാത്ത പല സാധനങ്ങളും, സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള പല സംഭവങ്ങളും വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഗവൺമെൻറ് ഒരു കൺട്രോളും ഇല്ല. ഗവൺമെൻറ് കൺട്രോൾ ചെയ്ത് സെല്ല് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് ഒരു മനുഷ്യന് എന്താണോ ആവശ്യം, അത് മനുഷ്യന് എങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കാവുന്നതിൻ്റെ മാക്സിമം ലെവലിലൊക്കെയുള്ള സാധനങ്ങൾ ഗവൺമെൻറ് കൺട്രോൾ ചെയ്ത് സെല്ല് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇല്ലെങ്കിൽ ഇത്രയധികം സംഭവങ്ങൾ ഇവിടെ നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അങ്ങനെ സ്ഥലമാണ്. ആംസ്റ്റർഡാമിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവിടെ നമുക്ക് വേൾഡ് വാർ II മെമ്മോറിയൽ ആയിട്ടുള്ള ഒരു നാഷണൽ മോണുമെന്റ് നമുക്ക് അതിന്റെ പുറകെ കാണാൻ സാധിക്കും. പിന്നെ മറ്റേ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് അതിന്റെ പുറകിലാണോ? അവിടെയാണോ? ആണോ? ആ ഒരു ഡാം സ്ക്വയറിന്റെ ഒരു വിദൂര ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഹാ, പാലസ് കാണാൻ എന്താ ലുക്കല്ലേ. ഓരോ കെട്ടിടങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രൗഢിയും ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും ഇവിടുത്തെ മെയിൻ സിറ്റി സെന്റർ ഏരിയ ആണ്. നോക്കി ഇതൊക്കെ എന്താ, ഇതൊക്കെ വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. ഏതെങ്കിലും വാഹനമുണ്ടോ? എത്ര വാഹനങ്ങളുണ്ടോ ഒന്ന് നോക്കൂ. അതായത് ആളുകളൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടും പിന്നെ സൈക്കിളും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉപയോഗിക്കുന്ന കാരണം, അത് വിന്റർ ആണല്ലോ കേട്ടോ, എത്ര വാഹന ഗതാഗതത്തിന്റെ വാഹന തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ശ്രദ്ധിച്ചില്ലേ? ഇവിടെ എവിടെയും ഈ പറഞ്ഞ പോലെ നെതർലാൻഡ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ല കേട്ടോ. എല്ലാം ഹോളണ്ടാണ്. ഇവർ ഹോളണ്ടിന്റെ ആൾക്കാരാണ്. അതായത് നോർത്ത് ഹോളണ്ടാണ് ശരിക്കും ആംസ്റ്റർഡാം എന്ന് പറയുന്നത്. നമുക്കറിയാം പണ്ട് ആക്ച്വലി ഹോളണ്ട് എന്നായിരുന്നു പേര്. നമ്മൾ ഈ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം വന്ന ഡച്ചുകാരില്ലേ, അത് എന്ന് പറയുന്നത് ഇവരാണ്. ഇവരെ ഡച്ചുകാരെന്ന് പറയും, ഹോളണ്ട് ആളുകളെന്ന് പറയും, നെതർലാൻഡ്സ് എന്ന് പറയും. പിന്നീട് നെതർലാൻഡ്സ് എന്ന് പറയുന്ന രാജ്യമായി മാറിയതാണ്. പക്ഷെ എന്നാൽ ഇവർ ഹോളണ്ടുകാർ എന്ന് അറിയപ്പെടാനാണ് പലരും താല്പര്യപ്പെടുന്നത്. പണ്ട് കാലത്ത് ഡച്ചുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വുഡൻ ഷൂ ആണ് നമുക്കിവിടെ സൂനിയർ ആയിട്ട് വെച്ചിരിക്കുന്നത്. വുഡിന്റെ ഷൂ ആണ്, കണ്ടില്ലേ? എനിക്കൊന്ന് സിംഗിൾ വുഡിൽ ചെയ്തിരിക്കുന്നതാണ്, കാർവ് ചെയ്ത് ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. ഇവിടെ എവിടെയും നെതർലാൻഡ്സ് എന്ന് പേരുള്ള സൂനിയർ കിട്ടാനില്ല, മാഗ്നറ്റ് കിട്ടാനില്ല. എല്ലായിടത്തും ഹോളണ്ടേ ഉള്ളൂ. ഞാനൊരു കടയിൽ കയറി നെതർലാൻഡ്സിന്റെ സൂനിയർ ഉണ്ടെന്ന് ചോദിച്ചാൽ അടി കിട്ടാൻ ഭാഗ്യം. ഇവർക്ക് നെതർലാൻഡ്സ് ഇഷ്ടമല്ലെന്ന് എനിക്കറിയത്തില്ല, എന്താണെന്നറിയില്ല. ഹോളണ്ടാണ് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? എവിടെ നോക്കിയാലും ഹോളണ്ടും ആംസ്റ്റർഡാമും മാത്രമേ ഉള്ളൂ. നെതർലാൻഡ്സിന്റെ ഒരു സുവനീർ പോലും എവിടെയും കാണാനില്ല. അതെന്നാന്നോ അങ്ങനെ എനിക്കറിയത്തില്ല. കാന്നബീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നത് കണ്ടോ, എല്ലാ സുവനീറുകൾ വരെ അതാണല്ലോ ദൈവമേ. ഇവിടെ നമുക്ക് കാന്നബീസ് മ്യൂസിയം കാണാൻ സാധിക്കും, പിന്നെ സെക്സ് മ്യൂസിയം കാണാൻ സാധിക്കും. അങ്ങനെ പല തരത്തിലുള്ള മ്യൂസിയങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മ്യൂസിയങ്ങളുടെ നാടും കൂടിയാണ് ആംസ്റ്റർഡാം എന്ന് പറയുന്നത്. അതെ, ഇവിടെ ഇതൊക്കെ വിൽക്കാനുണ്ടല്ലേ, അടിപൊളി, കണ്ടില്ലേ?
ഓരോരോ സംഭവങ്ങൾ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ്, അതിൻ്റെ മിക്സ് ഏതാണ്, പിന്നെ അതിൻ്റെ മൂഡ് ഏതാണ്, സ്ട്രോങ് ആണോ മറ്റതാണോ മറിച്ചതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഫുഡ് സ്ട്രീറ്റിലാണ്. പലതരത്തിലുള്ള ഭക്ഷണം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് നമുക്ക് ഇവിടെ ലഭിക്കും. അത് എന്ത് വേണോ, ഏത് ടൈപ്പ് ഫുഡ് വേണോ അതെല്ലാം നമുക്ക് ഇവിടെ ലഭിക്കും. അങ്ങനെ ആംസ്റ്റർഡാമിൻ്റെ ആ ഒരു കനാലുകൾക്ക് നടുവിലൂടെ ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കട ഉണ്ടോ, കട പേരിന് സ്മാർട്ട് ഷോപ്പ്. അവിടെ എന്തൊക്കെ വിൽക്കുന്നതെന്ന് നോക്കിയേ. എന്താ സംബന്ധിച്ചാൽ CBD ഓയില, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ എന്താണ് പാർട്ടി പിൽസ്, അതെന്നാന്ന് എനിക്കറിയില്ല. സെക്സ് സ്റ്റിമുലൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എഴുതിയിരിക്കുന്നത് കാനബി സീഡ്സ്, അത് മനസ്സിലാക്കാൻ സാധിക്കും. മാജിക് മഷ്റൂംസ്, പിന്നെ സൈക്കോ ആക്റ്റീവ് ഹെർബ്. ഇത്രയും സാധനങ്ങൾ വിൽക്കുന്നൊരു കടയാണ് ഈ കാണുന്നത്. നോക്കി എന്നൊക്കെ പരിപാടികളാണ് ഇത്. നോക്കി ഇതുണ്ടല്ലേ, സീഡ് ബാങ്ക്. മൊത്തം മഷ്റൂം വിൽക്കുന്ന കടയാട്ടോ. എന്തൊക്കെയാണോ ദൈവമേ, ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് വേറെ ലെവൽ സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെ ഒരു ഓട്ടോറിക്ഷ കണ്ടു നോക്കിയേ. ആ ഓട്ടോറിക്ഷയുടെ ഡിസൈൻ നോക്കിയേ. എന്ത് ഹാഷ് മ്യൂസിയം കണ്ടില്ല നോക്കി. ഓട്ടോറിക്ഷ ഡിസൈനും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം ഇത് തന്നെയാണ് കേസ്. ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ആക്ച്വലി ഈ ഒരു തോടിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഇവിടുത്തെ ഈ ഒരു റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിലേക്ക് ആംസ്റ്റർഡാം എന്ന് പറയുന്നത് ലൈക്ക് ഇവിടുത്തെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് ആണ്. ഇവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റുകളും അല്ലെങ്കിൽ ഇവിടെ വരുന്ന എല്ലാ ആളുകളും പോയി കാണുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. അതിനകത്തൊന്നും മറച്ചു വയ്ക്കാനൊന്നുമില്ല. പക്ഷേ ഞാൻ അവിടെ പോയി കാണും. ലൈക്ക് എന്തൊക്കെയാണ് എനിക്ക് കാണിക്കാൻ പറ്റുന്നത് മാത്രം ഞാൻ കാണിക്കും. റെഡ് ലൈറ്റ് ബേക്കറി, അതിൻ്റെ സാധനം റെഡ് ലൈറ്റ് ബേക്കറി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കുറേ ബേക്കറി സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി കേക്ക്, എൻ്റെ അമ്മ എന്തോന്ന് പറയുക ഇതൊക്കെ രക്ഷയില്ല കേട്ടോ. പല ഇത് മറ്റേ മധുരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ, മധുരം കഴിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. ഞാൻ ഇവിടെ ഈ കാണുന്ന റെഡ് ലൈറ്റ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആട്ടോ. അതായത് ഇതിനകത്തൊക്കെ ആളുകളുണ്ടാവും. ഇങ്ങനത്തെ പരിപാടിയല്ലേ. അതെ, ഞാൻ ഈ ഇവിടുത്തെ ഈ ഒരു റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു. അതായത് എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ലൈക്ക് എനിക്ക് വീഡിയോ എടുക്കുന്നതോട് തെറ്റില്ല. പക്ഷേ ഇവിടെയുള്ള എല്ലാം സെക്സ് വർക്കേഴ്സാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട്. പല ആളുകളുണ്ടാവും. അപ്പോൾ ഇവിടെ എല്ലാം ഈ ചില്ലും കൂട്ടിനകത്ത്, ഇതുപോലുള്ള ചില്ലും കൂട്ടിനകത്ത് അർദ്ധനഗ്നരായിട്ടുള്ള സ്ത്രീകൾ അവിടെ നിൽപ്പുണ്ടാവും. അവർ ഇതിലൂടെ നടന്നു പോകുന്ന ആളുകളെ അവരിങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഹായ് ബൈ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ലൈക്ക് ഇഫ് യു ലൈക്ക് ദം യു ഗോ ആൻഡ് ടോക്ക് ടു ദം. ഇഫ് ദേ ലൈക്ക് യു ദേ വിൽ ഇൻവൈറ്റ് യു, ബട്ട് യു ഹാവ് ടു പേ. അങ്ങനെയാണ് പരിപാടികൾ. മനസ്സിലായില്ലേ? ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇതിലൂടെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഹിന്ദിയിലൊക്കെ ഞങ്ങളെ എന്തൊക്കെയോ സംസാരിച്ച് വിളിക്കുന്നത് ആജ ആജ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു നാജ വേണ്ട ഞങ്ങൾ അതിലൂടെ നടന്നെങ്കിൽ തിരിച്ചു വന്നു. ലൈക്ക് ഇത് കാണണം, ഇതൊക്കെ വന്ന് കാണണം. ലൈക്ക് ഇതൊക്കെ ഓരോ നാട്ടിൽ നമുക്ക് കാണുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ഓരോ നാട്ടിലെ കാര്യങ്ങളാണ്. ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റിക് പ്ലേസും കൂടിയാണ് ഈ ഒരു റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. രാത്രിയിൽ സമയം 11 മണിയായി. നമ്മൾ ഇവിടെ എന്തൊരു ഫുഡ് എടുത്തോണ്ടാണ് ഒരു ചൈനീസ് വോക്ക് നൂഡിൽസ് പറഞ്ഞു, അതാണ് കഴിക്കാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ സംഭവിച്ചു. ആ സംഭവിച്ചതൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ്. ഞാനതൊക്കെ നമ്മുടെ KLTUK യാത്രയുടെ പുസ്തകം എഴുതുന്ന സമയത്ത് എഴുതുന്നതായിരിക്കും. കാരണം ഇവിടെ ഞാൻ കണ്ട കാഴ്ചകളും ഇവിടെ ഞാൻ ഫീൽ ചെയ്ത സംഭവങ്ങളും ഒന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് പുസ്തകത്തിൽ എഴുതാം, അത്ര പറ്റുള്ളൂ അല്ലേ? നമുക്ക് ഒരിക്കലും വീഡിയോ കാണിക്കാൻ പറ്റില്ല, കാരണം അതൊക്കെ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഇന്ന് ഭയങ്കര ക്ലൗഡിയാണ്. ഇന്നലെ വരെ നല്ല വെതറായിരുന്നു. ഇന്ന് ഭയങ്കര ക്ലൗഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 വൃത്തിയുടെ കാലാവസ്ഥയാണ്. ഇന്ന് മുതൽ ഇനി 2-3 ദിവസം എങ്ങനെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. നമ്മൾ ഇന്നലെ രാത്രിയിൽ ഇവിടുത്തെ റെഡ് സ്ട്രീറ്റും മറ്റുമൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് രാത്രി റൂമിലേക്ക് വന്നു. അവിടെ കണ്ട കാഴ്ചകളൊന്നും എനിക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഞാനത് ഞാനത് അവരോട് ചെയ്യുന്നൊരു ചതിയായിരിക്കും. കാരണം അവിടെ ലൈക്ക് അവരും മനുഷ്യരാണ്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു അല്ലേ, മോശമല്ലേ അത് അല്ലേ? ലീഗലിയും കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതങ്ങനെ എടുക്കാൻ പാടില്ല. ലൈക്ക് അവിടെ കുറെ ആളുകളൊക്കെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കിന് ഇവർ കട്ടണൊക്കെ ഇട്ട് മാറ്റി, അങ്ങനത്തെ ഒരു സ്ഥലം. അതായത് എന്താണ് സംഭവം എന്ന് പോലും ഞാൻ പറയുന്നില്ല. അത് എന്താണ് ഞാൻ അവിടെ കണ്ട കാഴ്ചകൾ, എന്തൊക്കെ ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളതൊക്കെ എൻ്റെ പുസ്തകം എഴുതുന്ന സമയത്ത് ഞാനത് പുസ്തകത്തിൽ എക്സ്ക്ലൂസീവായിട്ട് എഴുതിയേക്കാം. കാരണം എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. നമുക്ക് വീഡിയോസിനകത്ത് അത് പ്രതിഫലിപ്പിക്കാൻ പറ്റത്തില്ല ഗൈസ്, അതാണ് സംഭവം. ഇവിടെ കണ്ടു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലം. ആ ഐലൻഡിൽ സ്ക്രാപ്പ് എല്ലാം കൂടെ കൊണ്ടുവന്നിട്ടിട്ട്
അവർ എന്തൊക്കെയോ പ്രോസസ്സിങ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടോ. അത് ഈ കാണുന്ന റെയിൽവേ ട്രാക്കുമാണ് സ്ക്രാപ്പ് പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലം. ഞാൻ ഇപ്പൊ എത്തിയിരിക്കുന്നത് എന്റെ പുറകെ കാണുന്ന വിൻഡ് മിൽസ്, റിയൽ വിൻഡ് മിൽസ് കാണാൻ വേണ്ടിയാണ്. സാൻഡം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇത് ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ധാരാളം വിൻഡ് മില്ലുകൾ കാണാൻ സാധിക്കും. ഈ സ്ഥലമൊക്കെ കണ്ടില്ലേ, നമ്മളെ കുട്ടനാട്ടിലെ പാടങ്ങളൊക്കെ പോലെയുള്ള ഇവിടുത്തെ സ്ഥലമാണ്. അപ്പോൾ ഈ ഡച്ചുകാരുടെ ആ ഒരു ട്രഡീഷണൽ വിൻഡ് മില്ലുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇതൊരു വലിയൊരു വില്ലേജ് ആക്കി ഇവർ മാറ്റിയിരിക്കുകയാണ് കംപ്ലീറ്റ്. അതായത് പണ്ടത്തെ ഒരു വില്ലേജ് ആയിരുന്നു ഇത്. വിൻഡ് മില്ലുകളും അതേപോലെ തന്നെ പല പല പരിപാടികളും ഇവിടെ ചെയ്തിരുന്നൊരു സ്ഥലമായിരുന്നു. അതിപ്പോൾ ഒരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഇവർ മാറ്റി. ശരിക്കും ഇത് കാണുമ്പോഴത്തേക്കും കുട്ടനാടൻ ഗ്രാമങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത് അല്ലേ? അതുപോലെ തന്നെ ഉണ്ട്, സത്യം അതേപോലൊക്കെ തന്നെ ഉണ്ട് പല അതെ അതെ. വീടുകളൊക്കെ കണ്ടോ, ഇതൊക്കെ മിക്ക സുവനീർ ഗിഫ്റ്റ് ഷോപ്പുകളൊക്കെയാണ് കൂടുതലും. എല്ലാം തടി കൊണ്ടുണ്ടാക്കിയ ഓട് പാകിയ പഴയ വീടുകളാണ് നമുക്കെല്ലാം കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പം വെതർ മോശമായതുകൊണ്ട് നമുക്കൊരു ഭംഗിയില്ല കാണാൻ. ഇന്നലെ ശരിക്കും ഇവിടെ വന്നാൽ മതിയായിരുന്നു എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇത് അടിപൊളി സ്ഥലം കേട്ടോ. ഇത് ശരിക്കും നല്ല സമ്മറിൽ വരണം ഇവിടെ. ഈ നെതർലാൻഡ്സിൽ വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് ആംസ്റ്റർഡാമിൽ വരുന്ന ആളുകളെല്ലാം ഇവിടെ വന്നിട്ട് ഈ കാണുന്ന വിൻഡ് മില്ലുകളുടെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കും. തടിപ്പാലങ്ങളും ഓരോരോ പരിപാടികളും നമ്മുടെ നാട്ടിലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലത്തെ സെയിം കലപ്പയും പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇത് ബേസിക്കലി ഇത് കണ്ടില്ല, അതായത് ഈ കൃഷി സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനും അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും കൊണ്ടുപോകുന്നതിന് വേണ്ടി വിൻഡ് എനർജി ഉപയോഗിച്ച് കറങ്ങിക്കൊണ്ടിരുന്ന കലപ്പകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഭംഗിയല്ല വീടൊക്കെ കാണാനായിട്ട്. ആ വീടും പിന്നെ ഇവിടുത്തെ ആ ഒരു ചെറിയ തോടുകളും പിന്നെ ആ ഒരു വിൻഡ് മില്ലൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ. അതായത് പണ്ടത്തെ ആ ഒരു വില്ലേജ് അത് അവര് അതേപോലെ എന്താ പറയാ ഇവിടെ റെഡിയാക്കി റീക്രിയേറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ച് കുറെ സംഭവങ്ങൾ പുതിയതായിട്ട് ആഡ് ചെയ്തൊക്കെ ചെയ്ത് ആളുകൾക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഇന്ന് പിന്നെ ഭയങ്കര കാറ്റുള്ളതുകൊണ്ട് ഇതെല്ലാം അത്യാവശ്യം കറങ്ങുന്നുണ്ട് കണ്ടില്ലേ. കിട്ടില്ല ഫ്രെയിം ആട്ടോ. പൊന്നു രക്ഷയില്ലാടോ. ആ പച്ച കളറിലെ ബിൽഡിംഗ് ആണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് കണ്ടോ, ഇത് ബേസിക്കലി വീട് മില്ല്. ഇതൊക്കെ നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഏതൊക്കെയോ അതിന്റെ മേളിലാണ് സംഭവം ഉള്ളത്. ഭയങ്കര കാറ്റാണ്. ഭയങ്കര മോശം വെതറാണ്. നോട്ട് എ ഗുഡ് ടൈം ഫോർ ദിസ് ബട്ട് സ്റ്റിൽ. അങ്ങനെ ഞങ്ങൾ ആ വിൻഡ് മില്ലുകളുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ശരിക്കും പണ്ട് കാലത്ത് നമ്മൾ ശരിക്കുള്ള മില്ലില്ലേ, നമ്മൾ ഈ ധാന്യങ്ങൾ പൊടിക്കുക അങ്ങനത്തെ പരിപാടികൾ, അതിനൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാട്ടോ ഈ കാണുന്നതൊക്കെ. നമുക്ക് ഇവിടെ സെലക്റ്റഡ് ആയിട്ടുള്ള വിൻഡ് മില്ലുകൾക്കുള്ളിൽ കയറാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ കാണുന്നതിൽ ഓപ്പൺ ആണ്, ഇതിനകത്ത് കയറാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ടിക്കറ്റ് എടുത്തിട്ട് കയറാൻ പറ്റും. ഇത് ശരിക്കും ഒരു വീട് പോലെ തന്നെ ഒരു സെറ്റപ്പാണ്. അതിന് മുകളിൽ നമുക്ക് ഒരു എന്താ പറയാ, ഒരു ഇങ്ങനെ പങ്കയായി ഇങ്ങനെ കറങ്ങുന്ന പോലത്തെ ഒരു സെറ്റപ്പ്. അതെന്താ നമുക്ക് അകത്ത് തന്നെ കയറി നോക്കാം. ഫ്രീ എൻട്രൻസ് ഇൻ അവർ വിൻഡ് മിൽ ഷോപ്പോ? അത് ശരി, അത് ഷോപ്പല്ലേ, ഷോപ്പിൽ കയറാനല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് കയറി കേട്ടോ. ഇതിനകത്ത് €7 കൊടുക്കണം അകത്ത് കയറാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വിൻഡ് മില്ലിൻ്റെ ഇൻസൈഡ്. കണ്ടല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു വിൻഡ് മില്ലിൻ്റെ ഇൻസൈഡ്? ഞാൻ ആദ്യമായിട്ടോ ഒരു വിൻഡ് മില്ലിൻ്റെ ഇൻസൈഡ് കാണുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് നമ്മുടെ മച്ചിൻ്റെ മേളിൽ കയറുന്ന പോലെയുള്ള ഒരു കോണിപ്പടിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ചക്രം വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എന്തോ ഒരു അകത്ത് യൂസ് ചെയ്യുന്ന ബെയറിംഗ് പോലത്തെ എന്തോ ഒരു പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ ധാന്യങ്ങളൊക്കെ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ വീഞ്ഞൊക്കെ അല്ലെങ്കിൽ ബാരൽസ് ഇല്ലേ, കാസ്കുകൾ, അങ്ങനത്തെ കാസ്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ബേസിക്കലി അത് കറങ്ങിയിട്ട് അതിൻ്റെ ഈ കാണുന്ന കല്ല്, ഇത് കല്ലിൻ്റെയാണ് ബേസിക്കലി. കണ്ടോ, ആ വിൻഡ് മില്ല് കറങ്ങിയിട്ട് ഇതിങ്ങനെ കറങ്ങും. അവിടെ കറങ്ങുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ കറങ്ങിയാണ് ബേസിക്കലി ഇതിങ്ങനെ പൊടിയുന്നത്. ഇത്രയും വലിയ കല്ലിൻ്റെ സംഭവം ആ വിൻഡിൻ്റെ എനർജിയിൽ ഇതിങ്ങനെ എന്താ പറയാ കറങ്ങും, വർക്ക് ചെയ്യും. ഇവിടെ ഇതിന്റെ ഈ കുറെ എക്യുപ്മെന്റ്സും പാർട്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള പൊടികൾ ഇങ്ങനെ പൊടിച്ചു വെച്ചിരിക്കുന്നത് പലത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സ്പൈസസും അല്ലാതെ കുറെ സംഭവങ്ങളൊക്കെ. ഇത് കണ്ടോ, എന്താ സംഭവം, എന്തോ ഒരു പൊടിയാണ് ബേസിക്കലി. പൊടി ആണെന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഫുൾ തടിയുടെ പരിപാടികൾ അവിടെ ഇങ്ങനെ മുകളിൽ കറങ്ങുന്നതാണ്ടോ നോക്കി. ഇത് വലിയ ആ സാധനമാണ് നമ്മളിപ്പോൾ ഇവിടെ അവിടെ ഇരുന്ന് കണ്ടത്. ഈ കറങ്ങുന്ന സാധനം കണ്ടോ, അതിന്റെ മെയിൻ സംഭവം. ഇത് ഭയങ്കര വലുതാട്ടോ. ഞാൻ ഇത്രയും പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ ഇത്രയും ഹെവി ഉള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തുള്ളതായിട്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല കേട്ടോ. അത് ഭയങ്കരമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ കാണുന്ന ഓരോ കല്ലിനും 3000 കിലോഗ്രാം വെയിറ്റ് ഉണ്ടെന്ന്. അതായത് ചോക്ക് പൊടിക്കുന്നതിന് വേണ്ടിയാണ് ബേസിക്കലി ഈ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും ഫുട്ബോൾ സ്റ്റേഡിയത്തിലൊക്കെ ഇടത്തില്ലേ നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംഭവം, അങ്ങനെയുള്ള കാര്യങ്ങൾ പൊടിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണെന്നാണ് പറയുന്നത്. ഇതിവിടെ ഇങ്ങനെ പുറത്ത് നമുക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ റിയലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് കണ്ടോ, അതും ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്ത് കണ്ട പോലെയുള്ള കല്ലാണ്. കണ്ടില്ലേ, 2
കല്ലാണ് അവിടെ കടന്ന് ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് പൊടിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കി താഴെ എന്തോ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. നമ്മൾ ശരിക്കും നമ്മൾ ഈ ഗ്രൈൻഡറും മിക്സിയൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ ഗ്രൈൻഡറിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സെയിം കൺസെപ്റ്റാണ്. ഗ്രൈൻഡറിൽ നമ്മൾ മോട്ടർ വൈദ്യുതി വെച്ച് പ്രവർത്തിപ്പിക്കുന്നു, ഇവിടെ നമുക്ക് വിൻഡ് വെച്ചിട്ട് പ്രവർത്തിപ്പിക്കുന്നു. അതാണ് ബേസിക്കലി വിൻഡ് മിൽ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ വീട്ടിൽ കോണിപ്പടിയില്ലേ, നമ്മുടെ പഴയ മച്ചിൻ്റെ മേളി കയറത്തില്ലേ, അതേപോലെ തന്നെ മേളി കയറിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട ഇതിൻ്റെ മേളിൽ ഭയങ്കര സ്റ്റീപ്പാണ്. ആ സ്റ്റീപ്പായിട്ടുള്ള സംഭവം ഇതിനു മുമ്പ് ലാസ്റ്റ് ഞാൻ ഇതേപോലെ സ്റ്റീപ്പായിട്ടുള്ള സാധനം കയറിയതെന്ന് പറഞ്ഞേണ്ട, അത് ഇതിൽ സ്റ്റീപ്പായിരുന്നു. മറ്റേ നമ്മൾ അർമേനിയ പോയപ്പോഴത്തേക്കും നമ്മുടെ ഒരു പള്ളിക്കുള്ളിൽ താഴെ തടവറയ്ക്കകത്തോട്ട് ഇറങ്ങിയില്ലേ, അതേപോലെ. പക്ഷെ എൻ്റെ അമ്മോ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇവിടെ നമുക്ക് ആ പൽചക്രങ്ങൾ കാണാം, തടിയുടെ പൽചക്രങ്ങളാണ് നോക്കി. അതായത് മുകളിൽ വിൻഡ് മില്ല് അവിടെ ഇങ്ങനെ കറങ്ങുന്ന നമുക്ക് കാണാൻ, കണ്ടോ ആ വിൻഡ് സാധനം ഉണ്ടല്ലോ, പങ്ക കറങ്ങുന്ന കാണാൻ പറ്റും, ലീഫ്. എന്നിട്ട് അതിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ഈ പൽചക്രങ്ങൾ ഇവിടെ ഇങ്ങനെ കറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് കാലത്ത് ആലോചിച്ച് ടെക്നോളജിയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതിന് മുമ്പ് മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നോളജിയാണ് ഇതൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് കയറാൻ പറ്റും. എന്താ പൊന്നെ, ഇതെന്തോ അല്ലേ, അതൊരെണ്ണം കറങ്ങുമ്പോൾ ഇതാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതും കൂടെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതും കൂടെ കറങ്ങും. അതാണ് ഇതിന്റെ പരിപാടി. അങ്ങനെ ഇതിന്റെ മേളിൽ വന്നു. ഇവിടെ നമുക്ക് ഇതിന്റെ ലീഫ് ഇങ്ങനെ കറങ്ങുന്ന കാണാം. ഇത് ബേസിക്കലി ഇത് മറ്റേ പുല്ലാണ്, കണ്ടോ. അതായത് ഇവിടെയൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു പുല്ലുണ്ടല്ലോ, ആ പുല്ലാണ് ബേസിക്കലി. ഇത് കണ്ടോ, എനിക്ക് അതിങ്ങനെ ആൾക്കാർ ഇളക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ എൻ്റെ മേളിൽ ഇത് വെച്ചിരിക്കുകയാണ്. പുല്ല് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരുന്നത്. പുല്ലല്ലേ എന്താ ഇതിന് പറഞ്ഞേ, കച്ചി 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 വൈക്കോൽ വൈക്കോൽ വൈക്കോൽ. എന്തായാലും സംഭവം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, കിടില സ്ഥലം, ഇഷ്ടപ്പെട്ടു. ഇത് തന്നെ കാറ്റിനനുസരിച്ച് ഇതിങ്ങനെ തിരിക്കാനും, അതായത് ഇതിപ്പോ കാറ്റ് ഇവിടെ നിന്നാണ് ഇതിങ്ങോട്ട് തിരിക്കാൻ പറ്റത്തില്ലേ? ഇല്ല, അങ്ങനെ പറ്റുമായിരിക്കും ഇല്ലേ? അതായത് ഇപ്പൊ കാറ്റ് ഈ ഭാഗത്തു നിന്നാണെങ്കിൽ അത് തിരിക്കുമായിരിക്കും. അത് തിരിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് കാണുന്നത്. അതും വളരെ സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിങ്ങനെ മറ്റേ കപ്പൽ നങ്കൂരം ഇട്ടിരിക്കുന്ന പോലെ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ പൊക്കുക, എന്നിട്ട് ഇത് അങ്ങോട്ട് തള്ളുക. ഇതെല്ലാം ഭയങ്കര സിമ്പിളായിട്ട് ഒരാൾക്ക് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നോക്കി, അതിന് മുകളിലത്തെ പ്ലാറ്റ്ഫോമാണ് കാണുന്നത്. പിന്നെ ഈ കാണുന്നത് ഇപ്പൊ ഷോപ്പാണ്, അല്ലെങ്കിൽ പണ്ട് ഈ പൊടിച്ച സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഗോഡൗണോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികളായിരിക്കും ഇവിടെ ഈ കാണുന്നത്. നല്ല സ്പീഡുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ശരിക്കും ഈ ഒരു സാധനത്തിൽ നിന്നാണല്ലോ നമ്മൾ ഇപ്പൊ കാണുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് മിൽ കൺസെപ്റ്റ് വന്നത്. വിൻഡ് എനർജി എന്ന് പറയുന്ന സംഭവം ഇപ്പൊ നമ്മൾ കാണുന്ന വിൻഡ് മില്ലുകളില്ലേ, അതായത് വിൻഡ് മില്ലെന്ന് ആക്ച്വലി ഇതിനെ പറയാൻ പറ്റത്തില്ല, വിൻഡ് ടർബൈൻസ് എന്തിനാ പറയുന്നത്, വിൻഡ് ടർബൈൻസ് ഉപയോഗിച്ച് നമ്മളെ വൈദ്യുതി നിർമ്മിക്കുന്ന സാധനം, കാറ്റാടി മരങ്ങൾ എന്നൊക്കെ പറയാം, എന്ത് വേണം പറയാൻ. നെതർലാൻഡ്സില്. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മുടെ നാട്ടിലും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഒരു വിൻഡ് മില്ലിന്റെ ആ ഒരു ആശയത്തിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ വരുന്നവർ ഇതിന്റെ ഉള്ളിൽ കയറാണ്ടിരിക്കരുത്. പല സംഭവങ്ങളും കാണും. കയറണം അല്ലേ, എന്ത് കണ്ടാലും കയറണം, അവിടെ കയറിയാലേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നെതർലാൻഡ്സിന്റെ ചീസ് ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ചീസ് ഷോപ്പുകൾ കാണാൻ സാധിക്കും. ഇതൊരു ചീസ് നമുക്ക് ചീസൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹെൻറി വില്ലിക് ചീസ് ഫാമിലി എന്ന് പറഞ്ഞ അവരുടെ ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ചീസ് ഉണ്ടാക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അതായത് മിൽക്കിങ്, അതൊക്കെ ശബ്ദമാണല്ലോ. മിൽക്കിങ് മുതൽ ആ പശുവിൻ്റെ ഒറിജിനാലിറ്റി നോക്കി, മിൽക്കിങ് മുതൽ ചീസിൻ്റെ ഓരോ പ്രോസസ്സും നമുക്കിവിടെ കാണിച്ചു തരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഒരു കാറ്റലിലെ സൗണ്ടൊക്കെ ഇവിടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ. പാല് കറക്കുന്ന സൗണ്ട്, പിന്നെ പശു അലയ്ക്കുന്ന സൗണ്ട്, ആട് അലയ്ക്കുന്ന സൗണ്ട്, പിന്നെ ചീസ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണിക്കുന്ന വീഡിയോസ്, പിന്നെ ചീസ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ. ഇത് കണ്ടോ, ഇത് ഡിസ്പ്ലേയിലൂടെയാണ് ബേസിക്കലി നമുക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ കാണിച്ചു തരുന്നത്, കണ്ടില്ലേ. ഹെൻറിയുടെ വീഡിയോ ആണ്, ഹെൻറി അയാളുടെ ആണിത്. അപ്പോൾ ഇത് ശരിക്കും ഷോപ്പല്ലേ, ഹെൻറി വിൽസ് സിൻസ് 1974. ഈ ചീസൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പാത്രമാണ് ആ കാണുന്നത്. ഇവിടെ കടയുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇതുണ്ടോ, ചീസ് കണ്ടോ, പല തരത്തിലുള്ള ചീസ്, ഹണി തൈം, പിന്നെ ഹെർബ്സ് ആൻഡ് ഗാർലിക്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗോട്ട് യങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കല്ല് പോലെ ഇരിക്കുന്ന സാധനം, കണ്ടില്ലേ. ചീസ് ഭയങ്കര സംഭവം കേട്ടോ. ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ് ഇട്ട് നിൽക്കുന്ന ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ ചീസ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരും. താങ്ക് യു. അതിൻ്റെ ഒരു സ്ലൈസ് എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട് കേട്ടോ. ഹലപ്പിനോ ചീസ് അടിപൊളിയാണോ. ഇവർ ഈ ഹലപ്പിനോ ചീസ് ഞങ്ങൾക്ക് കഴിക്കാൻ തന്നെ, അത്യാവശ്യം നല്ല എരിവൊക്കെ ഉള്ള ചീസ്, ഹലപ്പിനോ ഇട്ട ചീസ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.
ആ 300 ഗ്രാമിന് 15 യൂറോ ആണ് അതിൻ്റെ പ്രൈസ്. പിന്നെ ഇവിടെ റെഡ് പെസ്റ്റോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും നമുക്ക് ഈ ചീസ് കഴിക്കുന്ന ശീലമില്ലല്ലോ. ഐ മീൻ നമുക്ക് വളരെ കുറവല്ലേ ചീസ് കഴിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ. ഇവർ ഭയങ്കരമായിട്ട് ചീസ് കഴിക്കുന്ന ആൾക്കാരാണ്. ഇവർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു മെയിൻ ഒരു ഐറ്റം എന്ന് പറയുന്നത് ചീസാണ്. പ്രോട്ടീൻ കണ്ടന്റ് നല്ല കൂടുതലുള്ള സംഭവമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചീസ് ഭയങ്കരമായിട്ട് ഇവർ കഴിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ചീസ് വിത്ത് സുവനീർ, ചീസ് വിത്ത് സ്പൂണ്. ഇത് ചീസ് ഇളക്കുന്ന സാധനമാണ്. ഇത് കണ്ടോ, ഇത് വെച്ചിട്ടാണ് ചീസ് കത്തി ഇളക്കുന്നതെന്ന് തോന്നുന്നു. മാത്യു ഇവിടെ ചീസ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവര് പിള്ളേരൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരായതുകൊണ്ട് പിള്ളേരൊക്കെ ചീസ് കഴിക്കും. അവിടെ അകത്ത് ഒരു പുള്ളി നിന്ന് ടൂറൊക്കെ നടത്തുന്നതാണോ, ചീസിനെ പറ്റിയൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചീസ് ഇതിനകത്തുണ്ട് കേട്ടോ. ഡംബിൾസ് അതേപോലെ കല്ല് പോലെ ഇരിക്കും. ഇത് എടുത്ത് തലക്കടിച്ചാൽ തല പൊട്ടും. അത്രയും എന്താ കനത്തിലായിരിക്കുന്നത് വെച്ചിരിക്കുന്നത് കണ്ടോ. ഞങ്ങളിപ്പോ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണേ. അത് കണ്ടോ, അവിടെ ആ ഭാഗത്ത് പഴയ വീടുകളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം. ആ വീട് നിൽക്കുന്ന അതെങ്ങനെ അതിന്റെ മേളി വീട് വന്നത്? അല്ല, അപ്പൊ അവിടെ പൊങ്ങിയായിരുന്നു വീട് ഇരുന്നത്. അതെന്താ അങ്ങനെ? ഇതൊക്കെ ഇവിടുത്തെ പഴയ ട്രഡീഷണൽ സ്റ്റൈൽ കെട്ടിടങ്ങളാണ്. ആ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഇവിടുത്തെ പഴയ ട്രഡീഷണൽ സ്റ്റൈൽ കെട്ടിടങ്ങളാണ്. ഞങ്ങളെ ഇവിടെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഒരു സ്ഥലത്ത്. ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ, അതായത് ഈ പഴയ കെട്ടിടങ്ങളൊക്കെ ഭയങ്കര രസമാട്ടോ. അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന കെട്ടിടം ഇത് പഴയതാണോ പുതിയതാണോ എന്ന് പോലും മനസ്സിലാവുന്നില്ല. പലതും എല്ലാം ഒരു പഴയ സ്റ്റൈലിലൊക്കെ ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ സാധാരണ ടൂറിസ്റ്റുകളൊന്നും വരാത്ത ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തുകാർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഗ്രാബ് ചെയ്ത് കഴിച്ചിട്ട് പോകുന്ന എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവരുടെയൊക്കെ പരിപാടികളെന്ന് പറയുന്നത്. ഇത് കൊള്ളാട്ടോ ഈ ഏരിയ. ആ ബാക്കി കാണുന്ന ഒരു ക്ലോക്ക് ടവറൊക്കെ കണ്ടോ, അതൊക്കെ പഴയ വീടുകളും മറ്റൊക്കെയാണ്. അതിനിടയ്ക്ക് മുകളിലേക്ക് പോകാനായിട്ട് എസ്കലേറ്ററും എലിവേറ്ററും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എല്ലായിടത്തും ഇതുപോലെയുള്ള തോടുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരിക്കും നമ്മുടെ കുട്ടനാട് പോലത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ കുട്ടനാട്ടിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇവിടെ കാണാൻ പറ്റും. അതാണ് ഇതെന്തല്ലേ ഇതൊക്കെ. അവിടെ ശരിക്കും ഒരു കൃത്രിമ വെള്ളച്ചാട്ടം തന്നെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്ത്. ഈ സെറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, ഇത് അടിപൊളിയാണ്. ഇവിടെ മുകളിൽ കയറി വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഒരു മായയുടെ ഷോപ്പുണ്ടേ. മായയുടെ കടലിൽ കയറി എന്തെങ്കിലും കഴിക്കാം. ഇവിടുത്തെ ഡച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നെതർലാൻഡ് ആദ്യമായിട്ട് ശരിയാട്ടോ ഒരിടത്ത് നെതർലാൻഡ് എഴുതിയിരിക്കുന്നുണ്ട്. ഡച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് യൂഷ്വലി മറ്റേ സംഭവങ്ങളാണ്, അതായത് പാൻ കേക്ക് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇത് ബേസിക്കലി ബ്രഞ്ചായി. നോമ്പുകാരൻ ഇവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇത് ചിക്കൻ എന്തോ സംഭവമാണ്, ചിക്കൻ പെന്നെ, ഇത് ബീഫ് പെന്നെ. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഈ സ്ഥലം കണ്ടോ? ഈ സ്ഥലം നിങ്ങൾ കണ്ടല്ലോ ശരിക്കും. ഇത് എവിടെ ഈ സ്ഥലം എന്നല്ലേ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒരു റോഡ്. അവിടെ നിന്ന് റോഡ് കാണാൻ പറ്റുമോ? വിൻഡോ അവിടെ പക്ഷെ കാണാൻ പറ്റും. ഈ കടയിൽ കാണാൻ പറ്റും. ഈ കട കാണാൻ പറ്റും. വാ കാണിച്ചു കൊടുക്കാം. അതോ അകത്ത് അത് അടുക്കളയല്ലേ, അത് കാണാൻ പറ്റത്തില്ല. അവിടെ വിൻഡോ ഉണ്ട്, പക്ഷെ അത് അടുക്കളയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും റോഡിന്റെ മുകളിലാണ്. ഞങ്ങൾ പോയില്ല, നമ്മളെവിടെ ഉള്ളത് കാണിച്ചു കൊടുക്കണ്ടേ. വാ നമുക്ക് നോക്കാം. ഈ കടയിൽ കയറിയാൽ കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ കയറിയ കടയിൽ കാണാൻ പറ്റത്തില്ലായിരുന്നു, പക്ഷെ ഇവിടെ അത് കാണാം. ഞാൻ കാണിച്ചു തരാമേ, നോക്കിക്കോണേ എങ്ങനെയാന്നേ. ഇത് കണ്ടോ, നോക്കി. അതായത് നേരത്തെ കണ്ട നമ്മൾ ആ സ്ഥലമില്ലേ, ആ റോഡിന്റെ മേളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. ഇതിനടിയിൽ കൂടെയാണ് റോഡ് പോകുന്നത്, അതിന്റെ മേളിലാണ് ആ ബിൽഡിംഗ്. അടിപൊളി സെറ്റപ്പ്. എവിടെയൊക്കെ എങ്ങനെയൊക്കെയാ റോഡ് വന്ന് വെച്ചേക്കുന്നത് അല്ലേ. എന്തായാലും ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പുതിയ കെട്ടിടമാണോ പഴയ കെട്ടിടമാണോ, അതോ പഴയ കെട്ടിടം പുതിയതാക്കി വെച്ചിരിക്കുകയാണോ എന്തോ ആയിരിക്കും ഇത്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പുതിയതായിട്ട് പണിതതുപോലെയൊക്കെ ഉണ്ട്. കാരണം എല്ലാത്തിനും ഭയങ്കര പുതുമ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ആ താഴെ കാണുന്നത് മാത്രമേ പഴയതായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. ഈ കാണുന്നത് ഇതൊരു ഹോട്ടലാണ് ബേസിക്കലി. ആ കാണുന്ന ആ ഒരു വലിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇതൊരു ഹോട്ടലാണ്. പിന്നെ ഇത് കണ്ടിട്ട് പഴയതാണ്, അത് പഴയ കെട്ടിടമാണ്. അങ്ങനെ എന്തായാലും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഇവർ ഈ പഴയ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ പണിതാലും പുതിയ കെട്ടിടം പോലെയൊക്കെ ആക്കി, അല്ല പുതിയ കെട്ടിടങ്ങൾ പണിതാലും പഴയതുപോലെ ആക്കി വയ്ക്കുക. അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. നാളെ ഒരു ദിവസം കൂടെ നമ്മളവിടെ നെതർലാൻഡ്സിലുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ലണ്ടനിലേക്ക് പോകുന്നതാണ്. അപ്പം ടിക്കറ്റ് എടുത്ത പോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണ് പോകുന്നത്, ഇവിടെ നിന്ന് ബെൽജിയം ബ്രസൽസ് പോയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ലണ്ടനിലേക്കുള്ള ട്രെയിൻ എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് നമ്മുടെ KLT UK യാത്ര ലണ്ടൻ എത്തുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കും നിങ്ങൾ നാളെ കാണാൻ പോകുന്നത്. സീ യു ഗൈസ് ടുമോറോ. ബൈ.